വെൽക്കം ടു ഗ്രാൻഡ്മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മിൽക്ക് ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ ബേക്കറികളിൽ കിട്ടുന്ന ബണ്ണ്. ഇത് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് നമുക്ക് ഓവനൊന്നും വേണ്ട, ഗ്യാസിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് മൈദാമാവോ അല്ലെങ്കിൽ ഗോതമ്പൊടി നമുക്കിതിന് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 1/4 ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചൂടാക്കി വെച്ചിരിക്കുന്ന പാലാണ്, ഇളം ചൂട്, തിളക്കരുത്, ഒരു ഇളം ചൂടാക്കിയ പാലെടുക്കാം. അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നേരെ പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പാലിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 സ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നമുക്ക് മിൽക്ക് ബണ്ണാവുമ്പോൾ എത്ര വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2, 3, 4 സ്പൂൺ ഇട്ട് കൊടുക്കാം. മധുരം കുറയ്ക്കണവർക്ക് അതിനനുസരിച്ച് ചെയ്യാം. അതിപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ഇല്ല. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ എടുക്കേണ്ട എന്താണ്, നമ്മുടെ മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാൽപ്പൊടി ഇടുന്നുണ്ട്. അപ്പം നമ്മളിത് മിൽക്ക് ബണ്ണായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് പാൽപ്പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്കത് 2, 3 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ 2, 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പ് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചത് ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്താൽ മതി. കാരണം ചില സമയം ഇപ്പോൾ ചില ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വലിച്ച് ഒരുപാട് എടുക്കും, ചിലത് കുറവായിരിക്കും. അതേപോലെ തന്നെ മൈദയും അങ്ങനെയായിരിക്കും. ചിലത് നന്നായിട്ട് പാല് വലിച്ചെടുക്കും, ചിലത് കുറച്ച് വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ ചേർത്തു. ഒരു ഗ്ലാസ് ഇതിന് 1/4 ഗ്ലാസ് പാലും കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ആക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ആക്ച്വലി 2.5 മണിക്കൂർ ആയത്, കാരണം ഞാനൊന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് 2.5 മണിക്കൂർ ആയിട്ടോ. ഇതൊന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ വെച്ചാൽ മതി. 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഓവർ സോഫ്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതാക്കി വയ്ക്കാം. ചെറുതായി ഒന്ന് ഓയിൽ പുരട്ടി വയ്ക്കുക. സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒന്ന് തേച്ചിട്ട് ഒന്ന് പുരട്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൽ നമുക്ക്, ഇതിലാണ് ഉണ്ടാക്കുന്നത്, ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് കുറച്ച് ഓയിൽ കൂടി പുരട്ടി വെക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ ആദ്യം പുരട്ടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കാം. അപ്പം അതിലും കൂടി ഞാൻ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ശേഷം ഞാനൊരു 5 or 6 ബോളാക്കിയതിന് മാറ്റുന്നുണ്ട്. ഓയിൽ പുരട്ടാതെ അതിലേക്ക് വയ്ക്കരുത്. നമ്മൾ ഉണ്ടാക്കാൻ പോണ പാത്രം നന്നായിട്ട് അതിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഓയിൽ അതിൽ തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടാക്കി ബോളുമാരി ശരിക്കും നന്നായിട്ട് ബോളുമാരി ആക്കിയിട്ട് നമ്മളത് നല്ല സോഫ്റ്റ് മാവായിരിക്കണം കേട്ടോ. അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലും മാവിലും ഇത്തിരി സൺഫ്ലവർ ഓയിലോ ബട്ടറോ തൂത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതെല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം മൊത്തം ഇത് 2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് 1 മണിക്കൂർ വെച്ചാൽ മതി. 2 മണിക്കൂർ വെക്കുന്നതൊന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പം ഞാനെല്ലാം വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്രൈ പാൻ എടുക്കാം. നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് വെക്കുക. പഴയൊരു ഫ്രൈ പാൻ എടുത്ത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്. ഞാൻ പഴയൊരു ഫ്രൈ പാൻ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഇതങ്ങനത്തിലേക്ക് വെക്കാം. എന്നിട്ട് നല്ല ഫ്ലെയിമുള്ള കറക്റ്റ് വളരെ സ്ലോ ഫ്ലെയിമിലാക്കി നമ്മൾ ഇത് വെച്ച ശേഷം എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടി വെക്കുക. ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കുക. 10 മിനിറ്റ് തുറക്കരുത്. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോട്ടോ കുത്തി നോക്കാം. അപ്പോൾ അതിന് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അപ്പം തന്നെ എടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ മതി, കൂടുതൽ വെക്കരുത്. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. വെറും 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തപ്പോൾ കണ്ടോ, ഒട്ടിപ്പിടിക്കുന്നില്ല. നമുക്ക് നല്ല മിൽക്ക് ബൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞ ചേർത്ത് ഒന്ന് ഇതാക്കിയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു കളർ കിട്ടും അതിൻ്റെ മേലെ. അല്ലെങ്കിൽ മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ മേലെ തൂത്ത് കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഞാനത് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്. കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബർഗർ ബണ്ണാണെങ്കിൽ നമുക്ക് അതിൽ പാൽപ്പൊടി ചേർക്കാൻ നമുക്കതിൽ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ,
അപ്പോൾ ഞാൻ ഇതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എത്രമാത്രം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ് കണ്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ ബണ്ണാണത്, കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചെയ്തു നോക്കുക, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.